ഇനി HCN വാർത്താ പരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന. ഗതാഗതക്കുരുക്കിൽ വലയുന്ന കട്ടപ്പനയ്ക്ക് കുരുക്കഴിക്കാൻ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ചെറുതോണി ഭാഗത്തേക്ക് പോകേണ്ട കോട്ടയം ഭാഗത്തു നിന്നും വരുന്നതും അല്ലാത്തതുമായ വാഹനങ്ങൾ ITI ജംഗ്ഷൻ വഴി തിരിഞ്ഞുപോയാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ഒപ്പം മേഖലയുടെ വികസനത്തിനും കാരണമാകുമെന്നും ജനപ്രതിനിധികൾ പറയുന്നു. കട്ടപ്പനയെ വലയ്ക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമാണ് വിവിധ മേഖലകളിലേക്ക് കിടക്കുന്ന ബൈപ്പാസ് റോഡുകൾ. ആളുകൾ ഇവ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത. കോട്ടയം ഭാഗത്തു നിന്നും കുമളി ആനവിലാസം ഭാഗത്തു നിന്നും വരുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ ITI ജംഗ്ഷനെത്തി പള്ളിക്കവല വെള്ളയാംകുടി KM മാണി ബൈപ്പാസിലൂടെ കടന്നുപോയാൽ ടൗണിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ ആളുകൾക്ക് യാത്ര ചെയ്യാം. ഒപ്പം ടൗണിലെ ഗതാഗതക്കുരുക്കിനും ഒരു പരിധിവരെ പരിഹാരമാകും. ഗതാഗത പരിഷ്കരണത്തിലൂടെ പാത കടന്നു പോകുന്ന മേഖലയ്ക്കും വികസനമുണ്ടാകുമെന്ന് നഗരസഭാ കൗൺസിലർ ഷാജി കുത്തോടി പറയുന്നു. വികസന രംഗത്ത് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളയാംകുടി പള്ളിക്കവല KM മാണി ബൈപ്പാസ് റോഡ്, ആ റോഡ് പൂർത്തീകരിച്ച് വണ്ടികൾ, വാഹനങ്ങൾ, ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിനെ തിരിച്ചിടുകയാണ്. കട്ടപ്പന ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ ഒഴിവാകുകയും അതോടൊപ്പം ആ മേഖലയ്ക്ക് മുഴുവൻ വികസനം എത്തിക്കുകയും ചെയ്യപ്പെടുകയും. കട്ടപ്പന ഗവൺമെന്റ് ITI കോളേജ്, ഗവൺമെന്റ് കോളേജ്, വിവിധ സ്വകാര്യ വിദ്യാലയങ്ങൾ എന്നിവ പാത കടന്നു പോകുന്ന ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം നിരവധിയായ വ്യാപാരശാലകളുമുണ്ട്. ഗതാഗത പരിഷ്കരണം ഇത്തരത്തിൽ നടപ്പിലാക്കിയാൽ ഇത്തരത്തിലെ നിരവധി സ്ഥാപനങ്ങൾക്കാണ് ഗുണം ചെയ്യുക. എന്നാൽ വേണ്ടവിധം ദിശാബോർഡുകളുടെ അഭാവവും റോഡിന്റെ ഗുണമേന്മയില്ലായ്മയും ആളുകളെ പാതയിലൂടെ യാത്ര ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അധികാരികൾ ശ്രദ്ധ ചെലുത്തി പാതയുടെ വികസനം നടപ്പിലാക്കിയാൽ കട്ടപ്പന നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും.